നേപ്പാളിൽ ഹിന്ദു രാഷ്ട്രത്തിനായിട്ടുള്ള മുറവിളി ഉയരുകയാണ്. നേപ്പാളിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. അവിടെ ഹിന്ദു രാഷ്ട്രം വേണം, കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നേപ്പാൾ മുച്ചൂടും മുടിയുകയാണ് എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയിരിക്കുകയാണ് നേപ്പാളിലെ ജനങ്ങൾ. നേപ്പാളിലെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരു വലിയ കൂട്ടം യുവാക്കളുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നേപ്പാളിലെ ഭരണാധികാരി മുൻപത്തെ രാജാവ് ഗ്യാനേന്ദ്ര സിംഗിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത്. KP ഒലി ഇപ്പോഴത്തെ നേപ്പാളിലെ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ഭരണത്തിൽ യാതൊരുവിധ തൃപ്തിയും അവിടെയുള്ള ജനങ്ങൾക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രാജതന്ത്രത്തിനായിട്ടുള്ള ആവശ്യം വീണ്ടും ശക്തമായി. രാജവാഴ്ചയെ പിന്തുണയ്ക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി RPP കാഠ്മണ്ഡുവിൽ ഒരു റാലി നടത്തി. ഈ റാലി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ പല ആൾക്കാരും. 10,000-കണക്കിന് ആൾക്കാർ അണിനിരക്കുന്ന ഒരു റാലിയായിരുന്നു ഇതെന്നുള്ളതാണ്. ആ റാലിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിന്റെ ദേശീയ പതാകയേന്തി ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കുന്നത് കാണാം. രാജ്യത്തിനു വേണ്ടി വീണ്ടും സജീവമായ ഒരു പങ്കുവഹിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുൻ രാജാവായിട്ടുള്ള ഗ്യാനേന്ദ്ര സിംഗ് അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി KP ഒലിയുടെയും നേപ്പാളി കോൺഗ്രസ് മേധാവി ഷേർ ബഹാദൂർ ദുബെയുടെയും കാര്യം പറയുകയാണെങ്കിൽ നേപ്പാളിന് വീണ്ടും രാജവാഴ്ചയിലേക്ക് മടങ്ങാൻ സാധിക്കില്ല. കാരണം ഇവർ അതിനെ എതിർക്കുകയാണ്. രാജവാഴ്ചയൊക്കെ പണ്ട്, ഇപ്പോൾ അത് നടക്കില്ല. ഇനി രാജാവിന് രാജാവായി തിരിച്ചു വരണമെങ്കിൽ ഒരു പാർട്ടി പ്രഖ്യാപിക്കൂ, അതിനുശേഷം ജനങ്ങൾ നിങ്ങളെ അധികാരത്തിലേറ്റുകയാണെങ്കിൽ നിങ്ങൾ രാജാവായി വീണ്ടും തുടർന്നുകൊള്ളൂ എന്നാണ് ഇപ്പോൾ KP ഒലി അടക്കമുള്ളവരും കോൺഗ്രസ് നേതാക്കളും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗ്യാനേന്ദ്ര സിംഗ് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. CPA മാവോയിസ്റ്റ് സെൻട്രൽ പ്രസിഡന്റ് പുഷ്പ കമാൽ ദഹൽ പ്രവച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മുൻ രാജാവിന് താൻ വളരെ പ്രശസ്തനാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലൊക്കെ വെറുതെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നേപ്പാളിൽ രാജവാഴ്ച ആവശ്യപ്പെടുന്നവരിൽ വലിയൊരു വിഭാഗം അത് യുവാക്കളാണ്. യുവാക്കൾ രാജവാഴ്ച ആവശ്യപ്പെടുന്നു. വ്യാഴാഴ്ച പൊഖാറയിൽ മുൻ രാജാവ് വീരേന്ദ്ര സിംഗിന്റെ പ്രതിമ ഗ്യാനേന്ദ്ര സിംഗ് അനാച്ഛാദനം ചെയ്തു. ഈ അവസരത്തിൽ ധാരാളം ആളുകൾ സന്നിഹിതരായിരുന്നു. ഇതിൽ ഭൂരിഭാഗം പേരും യുവാക്കളാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിലവിലുള്ള സംവിധാനത്തിൽ അവിടെയുള്ള ജനങ്ങൾ അസന്തുഷ്ടരാണ്. സ്ത്രീകൾക്ക് സുരക്ഷയില്ല, അഴിമതി, രാജ്യത്ത് വളർച്ചയില്ല, യാതൊരുവിധ ഭരണ പുരോഗതിയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പഴയ രാജഭരണവും ഹിന്ദു രാഷ്ട്രവും തന്നെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇവരെല്ലാവരും. നേപ്പാളിൽ രാജവാഴ്ച അവസാനിച്ചപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്തിനും ജനങ്ങൾക്കും ഗുണം ചെയ്യുമെന്ന് അവിടെയുള്ള ആളുകൾ വിശ്വസിച്ചു. പക്ഷേ ജനാധിപത്യം അവിടെയുള്ള ആൾക്കാർക്ക് ഗുണം ചെയ്തില്ല. എന്നിരുന്നാലും ഇപ്പോൾ നേപ്പാളിലെ ജനങ്ങൾക്ക് ഈ വ്യവസ്ഥിതി മടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗ്യാനേന്ദ്ര സിംഗിന്റെ ജനപ്രീതി വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നേപ്പാൾ സർക്കാരിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾക്കിടയിൽ ആളുകൾ നിരാശരായിരിക്കുന്നു. അതേസമയം സർക്കാരിന്റെ വിദേശ നയവും ഫലപ്രദമായി വർക്കാവുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോരാത്തതിന് നേപ്പാളിന്റെ സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനെ പോലെയോ അല്ലെങ്കിൽ ശ്രീലങ്കയെ പോലെയോ ബംഗ്ലാദേശിനെ പോലെയോ നേപ്പാൾ ആയിത്തീരും എന്നുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഭീതി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.